ഉപരാഷ്ട്രപതി സ്ഥാനം ജഗദീപ് ധൻഖർ രാജിവെച്ചതിനെ തുടർന്ന് പല അഭ്യൂഹങ്ങളും പരക്കുന്നു. അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും ഒക്കെ വലിയ ചർച്ചകൾ നടക്കുന്നു. ഇപ്പോൾ ഏറ്റവും കാതലായ ചർച്ച നടക്കുന്നത് ആരായിരിക്കും അടുത്ത ഉപരാഷ്ട്രപതി എന്നുള്ളതിനെക്കുറിച്ച്. പല മലയാളികളുടെയും പേര് പറഞ്ഞു കേൾക്കുന്നു. ആർക്കായിരിക്കും സാധ്യത? മലയാളി ആയിരിക്കും എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു BJP തന്നെയുള്ള രാജ്നാഥ് സിംഗോ നിതിൻ ഗഡ്കരിയോ അങ്ങനെയുള്ള അവരുടെ പ്രധാനപ്പെടുന്ന ഈ 75 എന്നുള്ള ആ ഒരു ഏജിൻ്റെ അടുത്തെത്തിയിട്ടുള്ള ഈ ഹിന്ദുമതം അനുസരിച്ച് അങ്ങനെ 4 ധർമ്മങ്ങളാണല്ലോ. അവസാനത്തെ സന്യാസം വനപ്രസ്ഥം അല്ല, സന്യാസം. ഗൃഹസ്ഥാശ്രമം, ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. അപ്പോൾ സന്യാസത്തിനുള്ള സമയമായി പലർക്കും. ഇനി ആ സിസ്റ്ററെ പൊതുവെ ഈ ഉള്ളിൽ കുറേ അത്തരം കാര്യങ്ങളൊക്കെ അവർ കൃത്യമായി പാലിക്കുന്ന ആളുകൾ കൂടിയാണ്. ഒരാൾ ഇറങ്ങിപ്പോകുമ്പോൾ സത്സംഗശാലകായിട്ട് അടുത്ത ആളെ പേര് നിർദ്ദേശിച്ചു പോകും. അങ്ങനെ ഒരു സിസ്റ്റം ഉള്ളതാണ്. RSS എന്ന് മാറി BJP അങ്ങനെ നിർദ്ദേശിച്ചാലും RSS ഒരു സംവിധാനമുണ്ട്. അവരാണ് തീരുമാനിക്കുന്നത്. അല്ലാതെ ഒരു പൊതുവെ നിർദ്ദേശത്തിനെതിരെ പോയിട്ടില്ല. ഏകപക്ഷീയമായ ഒരു തീരുമാനമായിരിക്കും. നിർദ്ദേശത്തിനെതിരെ പോയിട്ടില്ലല്ലോ. അല്ല, അങ്ങനെ അല്ല, അഭിപ്രായം പറയാം. ആ അഭിപ്രായത്തെ അതൊരു അഭിപ്രായമായിട്ടേ പരിഗണിക്കുള്ളൂ. അഖില ഭാരതീയ കാര്യകാരിണി എന്ന് പറയുന്ന ഒരു സഭയുണ്ട്. ആ സഭയിലാണ് ഇത് ചർച്ച ചെയ്ത് തീരുമാനം ഉണ്ടാകുന്നത്. കേട്ടതെന്ന് അങ്ങനെ ഒരു മറ്റേ ആളുടെ ഈ പോകുന്ന ആളുടെ അഭിപ്രായത്തെ അതെ ആ നിർദ്ദേശം വരും. പൊതുവെ ആ നിർദ്ദേശത്തിന് എതിരായി അദ്ദേഹം ഈ കാര്യകാരിണിയും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാറില്ല. ഏതാണ്ട് രണ്ടുപേരുടെ അഭിപ്രായം ഒന്ന് തന്നെയായിരിക്കും. ഒരു 2-3 പേരുകൾ പരിഗണനയ്ക്ക് വരും എന്നുള്ളതേ ഉള്ളൂ. അതാണ് ഞാൻ കേട്ടത്. അതിൽ നിന്ന് ഒരാളിനെ അവസാനം ഏറ്റവും ഇതെല്ലാം പഠിച്ച് ഏറ്റവും ആപ്റ്റായിട്ടുള്ള പേരായിരിക്കും നിർദ്ദേശിക്കുന്നത്. ഞാൻ ഇപ്പം 2009 ഗുരുജിക്ക് ശേഷം വന്നത് ദേവറസ് അല്ലേ? എന്താ ഗുരുജിക്ക് ശേഷം വന്നത് ദേവറസ് അല്ലേ? ഗുരുജിക്ക് ശേഷം വന്നത് ദേവറസ് ജി ആണോ? ഒന്ന് എനിക്ക് സംശയമുണ്ട്. അത് രജു ഭയ്യ ആണോ? ദേവറസ് ജി അടിയന്തരാസ കാലത്തൊക്കെ അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹം ഒന്ന് എഴുതി വെച്ചു പോയ വിചാരധാരന്റെ മലയാള ഭാഷ ഉണ്ടല്ലോ, അതിൽ അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ച ഒരു പേജ് ഉണ്ട്. അദ്ദേഹം അവസാന കാലത്ത് നിർദ്ദേശിക്കണം. അപ്പോൾ ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് എൻ്റെ സുഹൃത്തുക്കൾ RSS വന്നത്. പൊതുവെ എല്ലാം പരിഗണിച്ചുകൊണ്ട് അങ്ങനെ ഒരു പേര് നിർദ്ദേശിക്കും. അത് പിന്നെ ചർച്ചയ്ക്ക് വരും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവെ ഈ പേര് തന്നെയാണ് പ്രിവെയിൽ ചെയ്യുക. ആ രീതി പഠിച്ചിട്ടാണ് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അവരങ്ങനെ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴുള്ള ലീഡർഷിപ്പ് എല്ലാം എന്ന് പറഞ്ഞാൽ ആ ഒരു 75ൻ്റെ ബ്രിമ്മിൽ നിൽക്കുന്ന ആളുകളാണ്. അവർ നല്ല മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചിലപ്പം എന്താ പറയുക, ഹാബിറ്റേഷൻ ചിലപ്പോൾ ഒരു പക്ഷേ അവർ ഉദ്ദേശിക്കുന്നുണ്ടാവാം. അപ്പം അതായിരിക്കും. അപ്പം അതിനൊരു സാധ്യതയുണ്ട്. പിന്നെ രണ്ടാമത് BJP പൊതുവേ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇലക്ട്രോറൽ പൊളിറ്റിക്സും കൂടി കണക്കിലാക്കിക്കൊണ്ട് ആളുകളെ കൃത്യമായി പ്ലാൻ ചെയ്യുകയോ അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യാത്ത വിഭാഗങ്ങൾ അഡ്രസ്സ് ചെയ്യാറുണ്ട്. ദ്രൗപദി മുർമുവിനെ പോലെയുള്ള ഒരാൾ ഗിരിവർഗ മേഖലയിൽ നിന്ന് ആദ്യമായിട്ടല്ലേ? ദളിത് മുമ്പ് വന്നിരുന്നു, ഗിരിവർഗ മേഖലയിൽ നിന്ന് ആദ്യമായിട്ട്. അപ്പം അങ്ങനെ നോക്കുമ്പം ബീഹാറിൽ നിന്ന് ആരെങ്കിലും ആവാം, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ നിന്ന് ആരെങ്കിലും ആവാം. അതിനൊക്കെ സാധ്യത. മലയാളികളെ പേര് ഇത്രമാത്രം കേൾക്കുക, മലയാളികൾ പത്രപ്രവർത്തകർ പണിയില്ലാത്തതുകൊണ്ട് ശശി തരൂരിൻ്റെ പേര് ആദ്യം കേട്ടു. കുറച്ച് മുമ്പ് മുരളീധരൻ്റെ പേര് കേട്ടു. മുരളിക്ക് അതിനുള്ള പ്രായമായോ? അല്ലെങ്കിൽ ചെറുപ്പക്കാരൻ 50 അല്ല, അയ്യോ 65 ഉണ്ട്. കണ്ടതൊന്നുമില്ല. കുറച്ചും കഴിഞ്ഞിട്ട് കൊടുത്താൽ മതിയോ? പിന്നെ ശശി തരൂരിൻ്റെ പേര് കേട്ടു. അങ്ങനെ പലതും കേട്ടു. ഇനി നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പം ഉമാഭാരതി മറ്റേത് വനിതയാണ്. അപ്പോൾ ഉമാഭാരതി പരിഗണിക്കാൻ പറ്റില്ല. ഓൾറെഡി വനിതയാണല്ലോ ഉള്ളത്. ചിലപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാവാം. ഒരു ദക്ഷിണേന്ത്യയിൽ നിന്ന് ഒരാൾ വരാനുള്ള സാധ്യതയുണ്ട്. ഒരാൾ വരാനുള്ള സാധ്യതയുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ചില മാധ്യമങ്ങളൊക്കെ ബീഹാറിൽ നിന്നുള്ളൊരു പട്ടികജാതി നേതാവിൻ്റെ പേര് പറയുന്നുണ്ട്, രാംനാഥ് താക്കൂർ. അദ്ദേഹം ഇപ്പോൾ കേന്ദ്രത്തിൽ കൃഷി സഹമന്ത്രിയാണ്. നല്ല വിദ്വാനായ, വളരെ കഴിവ് തെളിയിച്ച ഒരാളാണ് അദ്ദേഹം ബീഹാർ രാഷ്ട്രീയത്തിൽ. അപ്പോൾ ഒരു BJPയുടെ അത്തരത്തിലുള്ളൊരു ഈ പറയുന്നത് പോലെ ഒരു ഈ വളരെ പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ളൊരു നല്ല ഫേസാണ് അദ്ദേഹം. രാംനാഥ് കോവിന്ദിനെയൊക്കെ പോലെ തന്നെ അദ്ദേഹത്തിനൊരു സാധ്യത അത് തള്ളിക്കളയാൻ പറ്റില്ല. അവിടെ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അതെ. ഇനി നിതീഷ് കുമാറിനെ അങ്ങോട്ടാക്കുമോ? നിതീഷ് കുമാറിനെ പോലെ ഇവിടെ റിലേ പോയിരിക്കാന്ന് കേട്ടിട്ടുണ്ട്. അല്ല, ബീഹാറിലെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ BJPയുടെ നല്ല കേഡറുണ്ട്, നിതീഷിന്റെ നല്ല ഇമേജ് ഉണ്ട്, ക്ലീൻ ഇമേജ് ഉണ്ട്. മൈനോറിറ്റി വോട്ടൊക്കെ കിട്ടും. മൈനോറിറ്റി വോട്ട് കിട്ടും. അപ്പോൾ
ഇത് രണ്ടും കൂടി അവിടെ ചേർത്താൽ BJP അജയ്യരാണ് അവർ. BJP ആർക്കും ജയിക്കാൻ NDA ആർക്കും ജയിക്കാൻ പറ്റത്തില്ല. അതാണ് അവിടുത്തെ ഒരു ഇത്. പിന്നെ ഇനിയിപ്പോൾ വരാൻ പോകുന്ന നമുക്ക് പറയാൻ പറ്റില്ല തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ സംഭവിക്കും, കാരണം ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത്. കേട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ നിന്നുള്ള ഒരു റിപ്പോർട്ട് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഏതാണ്ട് ഇപ്പോൾ റിലേ പോയ അവസ്ഥയാണ്. അങ്ങനെ പ്രോബ്ലം കിടക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് നല്ല രീതിയിൽ എവിടെയും പുനരധിവസിപ്പിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഉപരാഷ്ട്രപതി കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആരോഗ്യമൊക്കെ നടന്നു പോയിക്കൊള്ളും. പിന്നെ വലിയ മെനക്കെടുന്നില്ല. പക്ഷേ ഈ ഉപരാഷ്ട്രപതി രാജ്യസഭയെ നിയന്ത്രിക്കേണ്ട ആളാണ്. രാജ്യസഭ എപ്പോഴും പ്രക്ഷുബ്ധമാകുന്ന പ്രക്ഷുബ്ധൊക്കെ അതൊക്കെ അങ്ങനെ ചെയ്തോളൂ. പിന്നെ എന്ന് വെച്ചാൽ അത് ഇടയ്ക്ക് വാങ്ങി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ വേണുഗോപാലിനെ പോലുള്ള ആളുകളൊക്കെ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ജോൺ ബിട്ടാസിനെ പോലുള്ള ആളുകൾ, സീനിയർ മോശമായ ആളുകൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള അവിടെ ഇരുന്ന് പണിയെടുക്കുന്ന പിന്നെ കുര്യനായ സമയത്താണ്. കുര്യനായ സമയത്ത് പിന്നെ എന്താ വെച്ചാൽ ഉപാധ്യക്ഷനായ സമയത്ത് കുര്യൻ ഫുൾ ടൈം ചെയറിലുണ്ടാവും. ബാക്കി പലരും സീനിയർ. അല്ല, അത് ഈ ഉപാധ്യക്ഷ പദവി എപ്പോഴും പ്രതിപക്ഷത്തിനുള്ളതാണല്ലോ. അത് ഇൻ ദ സെൻസ് ഉപാധ്യക്ഷൻ ഈ സഭയുടെ കാര്യം എന്ന് വെച്ചാൽ പലപ്പോഴും പല സ്പീക്കർമാരുടെ സ്ഥലത്തുണ്ടാവാറുണ്ട്. അവിടെ പലപ്പോഴും പല സീനിയേഴ്സാണ്. ഇപ്പോൾ ലോക്സഭയിലാണെങ്കിൽ പ്രൈമാൻ പറയാം നമ്മൾ സീനിയർ ആയിട്ടുള്ള ആളുകളുണ്ട്, അവരാണ് ഇരിക്കാറുള്ളത്. അപ്പം അതൊരു പ്രോബ്ലം ഒന്നല്ല. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം ഇത്തരം പദവികൾ, എസ്പെഷ്യലി ഉപരാഷ്ട്രപതി പോലെയുള്ള പദവികളൊക്കെ തന്നെ ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരാൾ, അവർക്ക് എല്ലാ സൗകര്യങ്ങളും വേണം, അവരുടെ ലൈഫ് നിലനിർത്താൻ എല്ലാ സൗകര്യങ്ങളും വേണം. കോൺഗ്രസ് ബൈലാ രവീന്ദ്രൻ രാജ്യസഭയിലേക്ക് അയക്കില്ലായിരുന്നു. അദ്ദേഹത്തിന് നല്ല കാലം കഴിഞ്ഞ് രാജ്യസഭയിലേക്ക് അയച്ചത് ഞാൻ കോൺഗ്രസ് അന്വേഷണം പറഞ്ഞു വെച്ചാൽ ബൈലാജി ജീവിച്ചിരിക്കേണ്ട നമ്മുടെ ആവശ്യമാണ്. ബൈലാജി എല്ലാ MP ആകുമ്പോൾ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ടാവും. അങ്ങനെയാണ് അവസാന നിമിഷം മൂപ്പർ അയച്ചത്. അല്ലെങ്കിൽ ലിജു ആയിരുന്നു പോവുക. ലിജു ആലപ്പുഴക്കാരനാണ്, സെയിം കമ്മ്യൂണിറ്റിയാണ്. ലിജു ആയിരുന്നു പോകേണ്ടിയിരുന്നത് ഈ അങ്ങനെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ആ രീതിയിൽ ഒരുപക്ഷെ നിതീഷിനെ ഒതുക്കിയെന്നൊരു ഫീൽ ഉണ്ടാകാൻ പാടില്ല. കാരണം നിതീഷിൻ്റെ ഈ ഇമേജ് ഇലക്ഷൻ ആവശ്യമാണ്. അവിടെ നിതീഷിനെ പറ്റി ഏതെങ്കിലും ഒരു പിൻഗാമി ഉണ്ടാവും, അവർ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടാവും. അതിനൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതാകുമ്പോൾ ഈ ഒറ്റ പ്രശ്നം വരുന്നില്ല. നിതീഷ് കുമാർ BJP അവസ്ഥയൊന്നുമല്ലല്ലോ. അല്ല, ബീഹാറിൽ BJPക്കും താല്പര്യം ചിരാഗ് പാസ്വാനോട് വലിയ താല്പര്യമുണ്ട്. അയാളൊരു വളർന്നു വരുന്ന ഒരു ചിരാഗ് പാസ്വാൻ ആണെങ്കിൽ പക്ഷെ വളരെ ചെറുപ്പമാണ്. അത്രത്തോളം കണക്ട് ഇല്ല. അയാൾ അച്ഛൻ്റെയോ മറ്റവൻ്റെ പിന്നെ ഈ പറഞ്ഞ നിതീഷ് കുമാറിനെ കണക്ട് ആയിട്ടില്ല. അതാണ് പ്രശ്നം. അത് തേജസ്വി യാദവിന് വരാൻ കാരണം വെച്ചാൽ ലാലു ഫീൽഡിൽ ഇരുന്ന് അമ്മ അത് കളി കളിച്ചിരുന്നു. അത്ര ഇയാളെ ഒരു ഡൽഹിയിൽ ഒരു എന്താ പറയുക അമൂൽ ബേബിയെ വളർന്ന ഒരാളാണ് ചിരാഗ് പാസ്വാൻ. ഈ അച്ഛൻ വയ്യാതായപ്പോൾ പെട്ടെന്ന് പൊളിറ്റിക്സിലേക്ക് വന്ന ആളാണ്. ലാലു പിള്ളേർ ആ രീതി വളർത്തിക്കൊണ്ട് വന്നിരുന്നു. പിന്നെ ലാലുവിൻ്റെ ഒരു ഗ്യാങ്. പിന്നെ അതുപോലെ അവിടുത്തെ BJPൻ്റെ ദളിത് വോട്ടിലേക്ക് ഇപ്പം പോയി ഈ പാസ്വാന്റെ ദളിത് വോട്ടിലേക്ക് BJP ഭയങ്കരമായിട്ട് കയറിയിട്ടുണ്ട്. രാംനാഥ് കോവിന്ദ് ഇങ്ങനെയുള്ള ഫാക്ടറുകളല്ല. കാരണം BJPക്കാർ ഭയങ്കര ദളിതരെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ദളിത് മണ്ഡലങ്ങളിൽ BJPക്കാണുള്ളത്. അത് UPA ഭരിച്ച സമയത്ത് പോലും ഏറ്റവും കൂടുതൽ ദളിത് മണ്ഡലങ്ങളിൽ BJP ആണ്. ആ BJP വളരെ കൃത്യമായിട്ട് അവരെ ഫോക്കസ് ചെയ്തിട്ട് സോഷ്യൽ എഞ്ചിനീയറിംഗ് പയറ്റുന്നതിൽ BJP പ്രത്യേകം എടുക്കും. അതെ അതെ, അത് നമ്മൾ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും അത് കണ്ടതാണ്. ഇവിടെ കോൺഗ്രസ് അന്തം വിട്ടുപോയി. കാരണം BJP എങ്ങനെ ഇത് ഈ ഗെയിം എങ്ങനെ പ്ലേ ചെയ്തു എന്നുള്ളത് അവർക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഇതിനകത്ത് ഡാറ്റ അല്ലേ BJPയുടെ കയ്യിൽ. RSS ഉണ്ടാക്കി കൊടുത്ത ഡാറ്റ ഉണ്ടല്ലേ, പ്രചാരകന്മാർ ഉണ്ടാക്കി കൊടുത്ത ഡാറ്റ കിടക്കുകയല്ലേ. അത് വെച്ചുകൊണ്ടാണ് ഈ കളി. കോൺഗ്രസിന് പറ്റിയ അതാണ്, അവർക്ക് അങ്ങനെ സംവിധാനം ഇല്ല. ഇതീ പറഞ്ഞ സെൽഫ്ലെസ് ആയിട്ടുള്ള പ്രചാരകന്മാർ ഇത്രയും കാലം ഓരോരോ കുടുംബങ്ങൾ അവർക്ക് വന്നിട്ടുണ്ട്. ഈ മോഡിയൊക്കെ കേട്ട ഉത്തരാഖണ്ഡിലൊക്കെ ചാതുണ്ടായിരുന്ന സമയത്ത് അവിടെ ഓരോ ഇടവഴികളും അവിടുത്തെ മുഖ്യമന്ത്രിയെ കണ്ട നന്നായി ഇയാൾക്ക് അറിയുന്ന കേട്ടത്. വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നില്ല ഗുജറാത്തിൽ, ഇവരൊക്കെ രക്ഷപ്പെട്ടില്ല. ഈ ഹിമാചൽ പ്രദേശ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഹരിയാനയിലടക്കം അദ്ദേഹത്തിന് ഈ ഊടുവഴികൾ വരെ അറിയാമായിരുന്നു. എന്താ വെച്ചാൽ അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് കയറി. അപ്പം ഇങ്ങനെ ഒരു 500ഓളം സ്കോർപ്പിയോ കാറുകൾ, അങ്ങനെ ഇങ്ങനെ ഉപയോഗിക്കുന്ന സ്കോർപ്പിയോ ആണ് മോഡി. സ്കോർപ്പിയോ കാറുകൾ വിട്ടാണല്ലോ കുടിക്കുമ്പോൾ ഗുജറാത്തികൾ. അപ്പൊ ആളുകൾ ഇത് വേറെ ആർക്കും ഇത് പറ്റുന്നില്ല. നമുക്ക് ഇയാൾ പണ്ട് അവിടെ അതുണ്ടായിരുന്നു, അവിടെ എല്ലാ ഉൾവഴികളും ഇയാൾക്ക് കൃത്യമായിട്ട് അറിയാം. അവിടെ IAS-കാട്ടും കൂടുതൽ മോഡിക്ക് അറിയാം ഏത് വഴി പോയാൽ എങ്ങനെ വരും. പിന്നെ ലോക്കൽ കണക്ഷൻ, അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഫാക്ടർ. അപ്പൊ ഈ ഒരു ഫാക്ടർ ഉണ്ട് അതിൽ. അപ്പൊ ധൻഗർ ഈ വിഭാഗത്തിൽപ്പെട്ട ആളല്ലായിരുന്നു. നമ്മൾ ഷാരൂഖ് ഖാന്റെ ഭാര്യയുടെ ജാട്ട്. ധൻഗർ ജാട്ടാണ്, രാജസ്ഥാൻകാരനാണ്. ഈ രാജസ്ഥാനെക്കാട്ടും കൂടുതൽ ഈ ജാട്ട് രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ കളിക്കുന്നത് ഹരിയാനയാണ്. ഹരിയാന കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഇതൊക്കെ അവർക്ക് ഗുണം ചെയ്ത ഫാക്ടർ. ഈ ജാട്ട് കർഷകർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അത് വളരെ മിലിറ്റന്റും ആണ്, വളരെ പവർഫുള്ളും ആണ്. അല്ല, അത് അവർ OBC ആണ്. അത് മാത്രമല്ല, പക്ഷെ ഈ ജാട്ടും BJP തമ്മിലൊരു അകൽച്ചയുണ്ടായിരുന്നു. അത് ഇല്ലാതായത് ഈ ധൻഗറിന്റെ വരവോടുകൂടിയാണ്. പക്ഷെ ധൻഗർ അതിനെല്ലാം ഉപരി വളരെ വിദ്വാനായ ഒരു മനുഷ്യനാണ്, അറിവുള്ള മനുഷ്യനാണ്. പിന്നെ നിലപാടിൽ വെള്ളം ചേർക്കാത്ത ആളാണ്, ആരെയും ഭയപ്പെടാത്ത കൂസാക്കാത്ത ഒരു മനുഷ്യനാണ്. എന്നാൽ ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുകയും ചെയ്യും. അതെ, അതാണ് അങ്ങനെ ഗുണം. അപ്പം
BJP ആയതുകൊണ്ട് നമുക്ക് അല്ല അങ്ങനെ അതുപോലെ ഈ ധൻഖറിന് പകരം വെക്കാൻ കഴിയുന്ന ഒരാൾ ധൻഖർ ആവുന്ന ആരും പ്രതീക്ഷിച്ചില്ല. ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മളെ ലൈംലൈറ്റുള്ള BJPക്കാർ നോക്കിയാൽ ധൻഖർ അല്ലെങ്കിൽ അന്ന് നമ്മൾ ചില വിചാരിച്ച് രാഷ്ട്രപതിയുടെ സാധനം വന്ന സമയത്ത് നമ്മുടെ തമിഴ്നാട്ടിലൊരു ലേഡി ഉണ്ടല്ലോ, അൻപരക്ഷിയോ, BJPയുടെ അവസാന പ്രസിഡന്റ് ആയിരുന്നവർ, മറ്റേ തമിഴ്സൈ തമിഴ് അവരാവുമെന്ന് വിചാരിച്ചിരുന്നു. കാരണം അവർ കുറച്ചുകൂടി ഈ സർക്കിളൊക്കെ അറിയപ്പെടുന്നതാണ്. പക്ഷെ അപ്രതീക്ഷിതമായിട്ടാണ് ഇവർ വന്നത്. ഇത് RSS BJP ആയതുകൊണ്ട് ആരായിരിക്കും പറയാൻ പറ്റില്ല, ആരും ആവാം എന്നുള്ളൊരു സാഹചര്യമാണ്. പക്ഷെ അതിൽ അവർ ഇത്തരം ആരിഫ് മുഹമ്മദ് ഖാന് സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞ പോലെയാണ് നിലപാടിൽ വെള്ളം ചേർക്കാൻ നിലപാട് വെള്ളം ചേർക്കില്ല. മാത്രമല്ല ഹിന്ദുയിസം ഇതിലൊക്കെ കൃത്യമായ നല്ല അറിവുള്ള ആളാണ്. പിന്നെ ഈ പല ഭാഷകൾ അറിയാം. മുസ്ലിം പരിഷ്കരണത്തിന് വേണ്ടി ശക്തമായിട്ട് വാദിക്കുന്ന ആളാണ്. പിന്നെ ആളുകളായിട്ട് നേരിട്ട് കണക്റ്റഡ് ആണ്. ജനങ്ങളുമായിട്ട് നല്ല ബന്ധമുള്ള ഒരാളാണ്. ആരിഫ് മുഹമ്മദ് സാധ്യതയുണ്ട്. മുമ്പ് തന്നെ അദ്ദേഹത്തിന് പേര് വന്നതാണ്. അതാണ് നമ്മളെ മുഖ്യമന്ത്രി പറഞ്ഞത്. അദ്ദേഹത്തിന് ആഗ്രഹം താൻ മുന്നോട്ട് വെക്കുന്ന ആശയത്തിൽ ഉറച്ചു നിൽക്കാനും അതിനു വേണ്ടിയിട്ട് എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറുള്ള ഒരാളാണ് ആരിഫ് മുഹമ്മദ്. അതെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇവരുടെ മറ്റേ അജണ്ട നടക്കുകയില്ല. അത് വാജ്പേയി ആയിരുന്ന സമയത്ത് കലാം വന്നു വിചാരിച്ചു, മോഡിയുടെ സമയത്ത് പ്രതീക്ഷിക്കേണ്ട എന്നുള്ള അജണ്ട നടക്കുകയില്ല. ഇത് മുസ്ലിം പോപ്പുലേഷൻ ഇവിടെ മൊത്തം പോപ്പുലേഷൻ 18% മറ്റല്ലേ ഇപ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കമ്മ്യൂണിറ്റിയിൽ ഒരാൾ വരുമ്പോൾ അത് പലതിനുള്ള അങ്ങനെ ഇപ്പൊ ഒരു പരാതി ഉണ്ടല്ലോ, BJP എംപിമാരില്ല, ഇതുകൊണ്ടാണ് വോട്ട് ചെയ്യില്ലെന്ന്. എന്നെ പിടിച്ച് BJP നിൽക്കില്ല, BJP സ്ഥാനാർത്ഥി എങ്ങനെ വിചാരിച്ചോ? ഞാൻ ഭയങ്കര പോപ്പുലർ ആണെന്ന് വിചാരിച്ചു ഏതോ സ്ഥലത്ത്. എനിക്ക് എൻ്റെ കുടുംബത്തിൽ പോലും വോട്ടിട്ടില്ല. BJPക്ക് അത് ചെയ്യല്ല, കാരണം അവർക്ക് വേറെ ആളുണ്ടാവുമല്ലോ. അപ്പോൾ കിട്ടാവുന്ന വോട്ട് പോലും കുറയും. ആ പ്രശ്നം കൊണ്ടാണ്. അപ്പം നിങ്ങൾ കോൺഗ്രസ് മുസ്ലിംസ് BJPക്ക് വോട്ട് ചെയ്താൽ അവർ MP തരും. ജനാധിപത്യത്തിൽ അങ്ങനെയാണല്ലോ. ഇപ്പോൾ CPM പിന്നെ പണ്ട് മുസ്ലിങ്ങൾ വോട്ട് ചെയ്യില്ലായിരുന്നു. അതുകൊണ്ട് കോൺഗ്രസിന് അപ്പോൾ ഈ LDF മിനിസ്റ്ററിൽ ഒരു മിനിസ്റ്റർ ഉണ്ടാവുള്ളായിരുന്നു. ആരെ? മുസ്ലിംസിന്റെ. മുസ്ലിംസ് കൂടുതൽ മുസ്ലിംസ് കൂടുതൽ വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് UDF-നാണ്. അപ്പൊ അവരുടെ മിനിസ്റ്ററി ഒരു കോൺഗ്രസിന്റെ അതെ ഹംസക്ക. അപ്പം CPM-ന്റെ LDF മിനിസ്റ്ററി ആണെങ്കിൽ ഒരു മുസ്ലിം പക്ഷെ അവരെ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തുകൊണ്ട് UDF ആണെങ്കിൽ 4 ലീഗിന്റെ മിനിസ്റ്റർ പ്ലസ് ഒരു കോൺഗ്രസ് മിനിസ്റ്റർ, 5 മിനിസ്റ്റർ ഉണ്ടാവുകയും. അതാണ് അതിന്റെ. അത് BJP കുറ്റം പറഞ്ഞ കാര്യമുണ്ട്, നിങ്ങൾ വോട്ട് ചെയ്യണ്ടേ? അപ്പം ഇയാളൊക്കെ മത്സരിച്ച വോട്ട് കുറഞ്ഞതാ. ഷാനവാസ് ഹുസൈൻ മാത്രമാണ് ഒരിക്കൽ ബീഹാറിൽ തോറ്റത്. ഒരു മുസ്ലിം സ്ഥാനാർത്ഥിനെ മുസ്ലിം ഏരിയ കൊടുത്തു. ഷാനവാസ് ഹുസൈൻ തോറ്റി. BJP ഏതാണോ നിങ്ങൾ വോട്ട് ചെയ്യില്ല, പിന്നെ നമ്മൾ ചെയ്യണം. കാത്തിരുന്ന് കാണാം ആരാണ് ഉപരാഷ്ട്രപതിയാകുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.